ആധുനികതയും പൗരാണികതയും ഇഴചേർത്ത് നിർമ്മിച്ച വിശാലമായ മുറ്റവും വളപ്പുമുള്ള ഒരു വീടിന്റെ തുറന്നുകിടന്ന ഗേറ്റിനുള്ളിലൂടെ മോഹനൻ തമ്പി കാർ ഓടിച്ചുകൊണ്ട് ചെന്ന് തണലുള്ള ഒരു കോണിൽ നിർത്തിയിട്ടു. ഇറുകെ പൂത്ത് കണ്ണിമാങ്ങകൾ വിരിഞ്ഞിറങ്ങി തുടങ്ങിയ ഒരു മാന്തണൽ ആയിരുന്നു അത്. ചെറുകാറ്റടിക്കുമ്പോൾ അങ്ങിങ്ങായി പഴുത്ത മാവിലകൾ പൊഴിഞ്ഞു വീഴുന്നുണ്ട്. ഡോർ തുറന്ന് കാറിന് വെളിയിൽ ഇറങ്ങിയ ശേഷം മല്ലിക കാറിന് പിൻസീറ്റിലിരുന്ന നവമിയെ നോക്കി. നവമി കാറിനുള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ താനിനി ഒരുപാട് കാലം ജീവിക്കേണ്ട വീടും പരിസരവുമൊക്കെ നോക്കി കാണുകയായിരുന്നു. ഇറങ്ങി വാടി അവിടെ തന്നെ ഇരിക്കാതെ, ഇതാ നമ്മുടെ വീട്, ഇനി ഇവിടെ നീ ജീവിക്കാൻ പോണത്. മല്ലിക അവൾക്കിറങ്ങാനായി കാറിൻ്റെ ഡോർ തുറന്നു കൊടുത്തുകൊണ്ട് പറഞ്ഞു. നവമി തൻ്റെ ബാഗ് എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു. അവർ ഇറങ്ങിയതോടെ മോഹനൻ തമ്പി കാർ അവിടെ ഇട്ട് തന്നെ തിരിച്ചു. മോനേട്ടൻ ഇപ്പോൾ തന്നെ പോവാണോ? ഇനി കഴിച്ചിട്ട് പോയാൽ പോരെ? മല്ലിക അയാളോട് ചോദിച്ചു. പറ്റില്ല, ചിലപ്പോൾ കൂപ്പിലേക്ക് പോകേണ്ടി വരും. ഞാനിനി രാത്രിയിലേ തിരിച്ചു വരൂ. അയാൾ അവളുടെ പ്രതികരണത്തിന് കാത്തു നിൽക്കാതെ കാർ ഓടിച്ച് പുറത്തേക്ക് പോയി. നീ ആ ബാഗ് അവിടെ വെച്ചിട്ട് ചെന്ന് ഗേറ്റ് അടച്ചിട്ട് വാ. ആരെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയാലുടൻ വന്ന് ഗേറ്റ് അടച്ചിട്ടോളണം. അതുപോലെ ആരെങ്കിലും വണ്ടിയിൽ വന്ന് പുറത്തുനിന്ന് ഹോണടിച്ചാൽ അതാരെന്ന് നോക്കിയിട്ട് വേണം ഗേറ്റ് തുറന്നു കൊടുക്കാൻ. കേട്ടല്ലോ? ഗേറ്റ് തുറന്നു കിടന്നാൽ വഴിയെ പോകുന്ന പട്ടിയും പൂച്ചയുമൊക്കെ വന്ന് അടുക്കളയിൽ കയറി മേഞ്ഞെന്നിരിക്കും. എപ്പോഴും ഇതൊന്നും എനിക്ക് പറഞ്ഞുകൊണ്ട് നിന്റെ പിന്നാലെ നടക്കാൻ പറ്റില്ല. ഓരോന്നും കണ്ടറിഞ്ഞ് ചെയ്തോണം നീ, അവർ ഉപദേശ രൂപേണ പറഞ്ഞു. നവമി ചെന്ന് ഗേറ്റ് അടച്ചിട്ട് വന്നപ്പോൾ മല്ലിക അവളെ വീടിന് ചുറ്റും മുറ്റവും ഇത്തിരിയുള്ള പറമ്പുമൊക്കെ കൊണ്ട് കാണിച്ചു കൊടുത്തു. അപ്പടി പുല്ലും കാടും പിടിച്ചു കിടക്കുക. ഇവിടെ ആരിയ്ക്കുന്നു ഇതൊക്കെ വൃത്തിയാക്കാൻ? എനിക്കാണെങ്കിൽ വീട്ടുജോലി കഴിഞ്ഞിട്ട് പുറത്തോട്ടൊന്ന് നോക്കാൻ പോലും നേരം കിട്ടില്ല. പിന്നല്ലേ പറമ്പിലെ കാടെടുക്കാൻ പോണത്. വർഷത്തിലൊരിക്കൽ ഒരുത്തൻ ഒരു യന്ത്രവും കൊണ്ടുവന്ന് പുല്ല് ചെത്തിയിട്ട് പോകും. അവൻ പോകുന്നതിൻ്റെ 3 അന്ന് മുതൽ വീണ്ടും പുല്ല് വളരാൻ തുടങ്ങും. ഇത്തവണ ആണെങ്കിൽ അവനെ കണ്ടതുമില്ല. വീണ്ടും അവളെയും കൂട്ടി മല്ലിക മുറ്റത്ത് വന്നു. വെള്ളമൊഴിക്കാഞ്ഞിട്ടായി ഈ ചെടികളൊക്കെ വാടി തളർന്നു നിൽക്കുന്നത്. നിനക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുവാണെങ്കിൽ ആ ഹോസ് എടുത്തുകൊണ്ട് വന്ന് പൈപ്പ് ഓൺ ചെയ്ത ശേഷം ഇതിൻ്റെ ചുവട്ടിൽ കൂടിയൊക്കെ ഒന്ന് ഓടിച്ചേക്കണേ നവമി. എന്നും വേണ്ട, ആഴ്ചയിൽ 1 മറ്റോ മതി. ഇറുകെ പൂത്തുലഞ്ഞു നിൽക്കുന്ന വിവിധ വർണ്ണങ്ങളിലുള്ള ജമന്തിയും കൈനാറിയും ബോൾസവും സീനിയുമെല്ലാം വെള്ളത്തിൻ്റെ നനവില്ലാത്തതിനാൽ തലകൂമ്പിട്ട് നിൽക്കുകയാണ്. കയറുകാടി. മല്ലിക അവളെയും കൂട്ടി സിറ്റ് ഔട്ടിലേക്ക് കയറുമ്പോൾ ഹാളിലേക്ക് കയറാനുള്ള വാതിൽപ്പടിയിൽ അവരെ തന്നെ ശ്രദ്ധിച്ചു നിൽക്കുകയാണ് അഞ്ജന. അവൾ പുറത്തേക്ക് പോകാനെന്ന മട്ടിൽ വേഷം മാറി നിൽക്കുകയായിരുന്നു. നിനക്കിന്ന് ക്ലാസ് ഇല്ലല്ലോ അഞ്ജു, പിന്നെ നീ എവിടെ പോവുക? അഞ്ജനയെ കണ്ട് മല്ലിക തിരക്കി. ട്യൂഷൻ ഉണ്ടമ്മേ, അജിത് സാറിൻ്റെ വീട്ടിൽ. സാർ ഇപ്പോൾ വിളിച്ചായിരുന്നു. അഫി എവിടെ? അവന് പുറത്ത് പോയോ? തിരുവനന്തപുരത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ അവൻ പിന്നെ ഒരു നിമിഷം ഈ വീട്ടിലിരിക്കില്ലല്ലോ. അവനെ കൊണ്ട് ഏതായാലും അങ്ങനെ ഒരു ഗുണമുണ്ട്. അമ്മ ഇവളെ കൈയോടെ എങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോന്നോ? അഞ്ജന ചോദിച്ചു. ആ, ഇനി നേരം കാലം നോക്കി ഇവളെ ആനയിക്കാൻ വേണ്ടി കോട്ടയത്ത് വരെ പോകാൻ ആരിയ്ക്കുന്നു? ഇവൾക്കും അവിടെ നിൽക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ലെന്നാ തോന്നുന്നത്, അല്ലേടി? മല്ലിക തല തിരിച്ച് നവമിയെ നോക്കിയെങ്കിലും അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. അഭിനവ് ഡൈനിങ് റൂമിലേക്ക് വരുന്നത് കണ്ടപ്പോൾ അഞ്ജന അവനെ അങ്ങോട്ട് വിളിച്ചു. ഏട്ടാ, ഒന്നിങ്ങോട്ട് വന്നേ. അമ്മ നമുക്കിവിടെ പുതിയൊരു സർവൻറ്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്, കാണണ്ടേ? സർവൻറ്റോ? അഭിനവ് അവിടെ നിന്ന ശേഷം അനിയത്തിയെ നോക്കി. ഏട്ടനിങ്ങോട്ട് വാ, ഏട്ടന് പരിചയമുള്ള ആളാണെന്ന് തോന്നുന്നു. ഇങ്ങോട്ടൊന്ന് വന്ന ഏട്ടാ, അഞ്ജന നിർബന്ധിച്ചു. അഭിനവ് ഡൈനിങ് റൂമിലേക്ക് പോകാതെ അവരുടെ അടുത്തേക്ക് വന്നു. അവിടെ എത്തിയപ്പോഴാണ് അവൻ പുറത്ത് സീറ്റ് ഔട്ടിൽ നിൽക്കുന്ന നവമയെ കാണുന്നത്. ആഹാ, അമ്മയോ? അമ്മയാണോടി നീ സർവൻ്റ് എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നത്? ബുദ്ധിയില്ലാത്തവളെ. അവൻ പെട്ടെന്ന് കൈനീട്ടി അവളുടെ ചെവിക്ക് പിടിച്ചൊന്ന് കശക്കി. നമുക്ക് വച്ച് വിളമ്പി തരുന്നെന്ന് പറഞ്ഞ് മേലാൽ നീ അമ്മയെ പേര് വിളിച്ച് ആക്ഷേപിക്കരുത്, കേട്ടല്ലോ? ഒന്നുമില്ലെങ്കിലും നമ്മുടെ അമ്മയല്ലേടിയത്. വേദന കൊണ്ട് അഞ്ജന വായ പിളർന്നപ്പോൾ അഭിനവ് അവളുടെ ചെവിയിൽ നിന്നുള്ള പിടുത്തം വിട്ടു. ഏട്ടൻ എന്ത് വിലയെ കാണിച്ചത്? എൻ്റെ ചെവി പൊന്നായിപ്പോയല്ലോ. ഞാൻ പറഞ്ഞത് നമ്മുടെ അമ്മയല്ല, അവളെയാ. അഞ്ജന നവമിക്ക് നേരെ വിരൽ ചൂണ്ടി. അവളോ? അങ്ങനാണോടി മൂത്തവരെ വിളിക്കേണ്ടത്? അതും പോട്ടെ, ആ നിൽക്കുന്നത് ആരാണെന്ന് അറിയോ നിനക്ക്? അവൻ ദേഷ്യത്തോടെ അനിയത്തിയെ നോക്കി. ആരായാലും അമ്മ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇവിടുത്തെ ജോലി ചെയ്യാനല്ലേ? വീട്ടു ജോലിക്ക് വരുന്നവരെ സർവൻ്റ് എന്നല്ലാതെ വേറെന്താ വിളിക്കുക? ഇനിയും അവൻ തന്നെ ഉപദ്രവിക്കാതിരിക്കാനായി അഞ്ജന അമ്മയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. അഞ്ജു, മേലാൽ നീ നവമിയെ അങ്ങനെ വിളിച്ചു പോകരുത്. ആ നിൽക്കുന്നത് ആരാണെന്ന് നിനക്കറിയില്ലായിരുന്നെങ്കിൽ നീ അമ്മയോട് ചോദിക്കണമായിരുന്നടി. അമ്മ നിന്നോട് പറഞ്ഞോ നവമിയെ ഇവിടേക്ക് കൊണ്ടുവന്നത് ജോലി ചെയ്യിപ്പിക്കാനാണെന്ന്? പറഞ്ഞോടി. അല്ലാതെ പിന്നെ എവിടെയോ കിടക്കുന്ന ഒരുത്തിയെ എന്തിൻ്റെ പേരിലെ അമ്മ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നത്? ഇവിടെയാണെങ്കിൽ അമ്മ എന്നും പറയാറുണ്ടല്ലോ, ജോലി ചെയ്ത് നടുവൊടിഞ്ഞു, ആരെയെങ്കിലും വേലയ്ക്ക് നിർത്തണമെന്ന്. അപ്പോൾ അമ്മ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഈ വീട്ടിലെ ജോലി ചെയ്യാനുള്ളവളെയല്ലേ? അല്ല. അല്ലെങ്കിൽ അമ്മ പറയട്ടെ.
ഇവളെ ഇവിടെ ജോലിക്ക് കൊണ്ടുവന്നതല്ലേ അമ്മേ? അഞ്ജന തിരിഞ്ഞ് അമ്മയെ നോക്കി. അഭിനവും അമ്മ എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിച്ചു നിൽക്കുകയാണ്. ഇവൾക്ക് സുമയുടെ വീട്ടിൽ നിൽക്കാൻ വയ്യെന്ന് പറഞ്ഞപ്പോൾ ഞാനിവിടെ അമ്മയ്ക്ക് കൂട്ടായി ഒരാൾ വേണമല്ലോ എന്ന് കരുതി കൂട്ടിക്കൊണ്ടുവന്നതാണ്. ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നില്ലായിരുന്നെങ്കിൽ സുമ ഇവളെ വീട്ടിൽ നിന്നും അടിച്ചിറക്കി വിട്ടേനെ. പ്രായം തികഞ്ഞൊരു പെങ്കൊച്ച് തെരുവിലേക്ക് ഇറങ്ങരുതല്ലോ എന്നേ ഞാൻ കരുതിയുള്ളൂ. പിന്നെ ഇവൾ ഈ വീട്ടിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യേണ്ടി വന്നിരിക്കും. ഇതൊരു വീടല്ലേ, 100 കൂട്ടം ജോലി കാണും ഓരോ വീട്ടിലും. ഞാനിവിടെ അടുക്കളയിലും വീട്ടിനുള്ളിലുമൊക്കെ ജോലി ചെയ്യുന്നത് കണ്ട് എൻ്റെ കൂടെ നിന്ന് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു തരിക, അത്രയേ ഉള്ളൂ. അതിനാരും ഈ വീട്ടിൽ കിടന്നെങ്ങനെ ഉറഞ്ഞു തുള്ളേണ്ട കാര്യമില്ല. അഭിനവിനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് മല്ലിക പറഞ്ഞു. അതമ്മ ആ പറഞ്ഞത് ന്യായം. പക്ഷേ അത് പൂർണ്ണമായി ശരിയാകണമെങ്കിൽ അമ്മയെ സഹായിച്ചുകൊണ്ട് നവമി നിൽക്കണമെന്ന് അമ്മ പറഞ്ഞില്ലേ? അതുപോലെ ക്ലാസ് കഴിഞ്ഞു വന്നാൽ അമ്മയുടെ ഈ മോളും അമ്മയെ വന്ന് സഹായിച്ചുകൊണ്ട് നിൽക്കണമെന്ന് അമ്മ പറയണമായിരുന്നു. അത് ഇവളോട് പറഞ്ഞോ അമ്മേ? ഇവളെ പോലെയാണോടാ അഞ്ജു? ക്ലാസ് കഴിഞ്ഞു വന്നാൽ എന്തോരം പഠിക്കാനുണ്ടവൾക്ക്. അതൊക്കെ കളഞ്ഞിട്ട് വേണോ അഞ്ജു വന്നു നിന്ന് അടുക്കളപ്പണി ചെയ്യാൻ? ഓ, അത് ന്യായം. അതും ഞാൻ വിട്ടു. പക്ഷേ നവമിയെ അമ്മ ഈ വീട്ടിലേക്ക് കൊണ്ടുവരും മുമ്പ് നവമി ആരാണെന്നുള്ള കാര്യം അമ്മയുടെ മോൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നോ? അതെങ്കിലും ചെയ്യേണ്ടതല്ലായിരുന്നോ അമ്മേ? പിന്നെ നാളൊട്ടക്ക് വിളംബരം ചെയ്തിട്ട് വേണമല്ലോ ഞാനിവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. സുമ എവിടോ കൊണ്ട് കളയാനിരുന്ന ഇവൾക്ക് തലചായ്ക്കാൻ ഒരിടം കൊടുത്തപ്പോൾ അതായി ഇപ്പോൾ നമുക്ക് നേരെയുള്ള കുറ്റം. കൊള്ളാം മോനെ. മല്ലിക മുഖത്തിൻ്റെ ഒരു വശം മാത്രം കൊണ്ട് ഒരു ചിരി ചിരിച്ചു. അമ്മയെ കുറ്റപ്പെടുത്തിയതല്ല അമ്മേ. അമ്മ കേട്ടില്ലേ അഞ്ജു നവമിയെ വിളിച്ചത്? അവളെന്നും നീയെന്നുമൊക്കെ. നവമിയുടെ പ്രായത്തേക്കാൾ എന്ത് ഇളയതാ അമ്മയെ പ്രവീണ. ആ പ്രവീണയെപ്പോലും ഇവൾ വിളിക്കുന്നത് ചേച്ചിയെന്നല്ലേ? എന്നിട്ടാ അവൾ നവമിയെ അവളെന്നും നീയെന്നും വിളിക്കുന്നത്. അമ്മ മുൻപേ നവമി ആരാണെന്ന് അഞ്ജുവിനോട് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ അവൾ ഇങ്ങനെയൊരു തെറ്റ് കാണിക്കുമായിരുന്നോ അമ്മേ? തെറ്റോ? എന്ത് തെറ്റ്? അഭിയേട്ടൻ എന്താ തെറ്റെന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവളിനി ഏത് തമ്പുരാൻ്റെ മകളായാലും തമ്പുരാട്ടിയുടെ മകളായാലും ഇവളെ എന്ത് വിളിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. അതിന് എന്നെ തിരുത്താൻ ഏട്ടൻ വരണ്ട. അഞ്ജന വീറോടെ പറഞ്ഞു. മതി, നിർത്ത് രണ്ടാളും സംസാരം. ഓരോരുത്തർക്കും മറ്റുള്ളവരെ എന്ത് വിളിക്കണം എന്നുള്ളത് അവനവൻ്റെ ഇഷ്ടമാണ്. അഞ്ജുവിന് ചിലപ്പോൾ അവളെ പേര് വിളിക്കണമെന്നാണ് തോന്നുന്നതെങ്കിൽ അവളെ തടയാൻ നമുക്ക് പറ്റുമോ? ഇല്ലല്ലോ. അഭി, നീ ആഹാരം കഴിക്കാനാണ് വന്നതെങ്കിൽ കഴിക്കാൻ നോക്ക്. ഞാനിവളെ അമ്മയുടെ റൂം കൂടി ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. മല്ലിക തിരഞ്ഞ് നവമിയെ നോക്കിയ ശേഷം തൻ്റെ കൂടെ പോന്നോളാൻ തല കൊണ്ട് ആംഗ്യം കാട്ടി. ആ ബാഗും എടുത്തോ. അമ്മ സമ്മതിച്ചാൽ നിനക്ക് അമ്മയുടെ റൂമിൽ കിടക്കാം. മല്ലിക കൂട്ടിച്ചേർത്തു. അതെന്താ അമ്മേ നവമിയെ മുത്തശ്ശിയുടെ റൂമിൽ താമസിക്കാൻ വിടുന്നത്? ഈ വീട്ടിൽ വേറെ എത്രയോ റൂമുകൾ ഒഴിഞ്ഞു കിടപ്പുണ്ട്. അതിലൊരു റൂമിൽ താമസിക്കട്ടെ നവമി. അഭിനവ് പറഞ്ഞു. എൻ്റെ അഭി, നീ ഇങ്ങനെ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അതിൻ്റെ കുറ്റം മാത്രം കണ്ടുപിടിക്കാൻ നിൽക്കല്ലേ. ഞാനിവളെ കൊണ്ടുവന്നത് അമ്മയുടെ കാര്യങ്ങൾ മാത്രം നോക്കാനാണെന്ന് ഒരു 100 വട്ടം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അവൾ അമ്മയുടെ കൂടെയല്ലേ ഉണ്ടാവേണ്ടത്? അതും കൊള്ളാം. നവമിയുടെ കാര്യത്തിലുള്ള അമ്മയുടെ ശുഷ്കാന്തി എന്തായാലും നന്നായിട്ടുണ്ട്. എനിക്കറിയാവുന്നതല്ലേ എൻ്റെ അമ്മയെ. അതിൽ കൂടുതൽ മറ്റാർക്കും അറിയില്ലല്ലോ. ഒരാളെ കുരുതിക്കളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമ്പോഴും വാസന സോപ്പിട്ട് കുളിപ്പിച്ചിട്ട് ചന്ദന തൈലം പൂശി കൊടുക്കുന്നത് അമ്മയുടെ പഴയ ട്രെൻഡാണെന്ന് എനിക്കറിയാത്തതാണോ? അഭിനവ് അവിടെ നിന്നും അമ്മയെയും അനിയത്തെയും മാറി മാറി നോക്കിയ ശേഷം ഒരു നിന്ദാഹാസത്തോടെ നടന്നുപോയി. നിന്റെ തുണിയും മണിയും എല്ലാം എടുത്തോടി. പിന്നെ ഒരു കാര്യം നേരത്തെ പറഞ്ഞേക്കാം. പ്രായമായ സ്ത്രീയാ മോനേട്ടൻ്റെ അമ്മ. അമ്മയുടെ വായിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കേൾക്കാനിടയായാൽ അപ്പോൾ തന്നെ അതെല്ലാം അങ്ങ് മറന്നേക്കണം. അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നേ കരുതരുത്. ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആളല്ല അമ്മ. ഞാനിതൊക്കെ മുൻപേ നിന്നോട് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ അമ്മ എന്തെങ്കിലും പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് കണ്ണീർ പൊഴിക്കല്ലേ എന്ന് കരുതിയാണ്. മനസ്സിലായോ? ഉവ്. നവമി തലയാട്ടി. എങ്കിൽ വാ എൻ്റെ കൂടെ. മല്ലിക അവളെ ശ്രീകുമാരി അമ്മയുടെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ശ്രീകുമാരി അമ്മ ഇരുന്ന് മുഷിഞ്ഞപ്പോൾ കുറച്ചു നേരം ഭാഗവതം എടുത്ത് വായിച്ച ശേഷം അത് മടക്കി വയ്ക്കുകയായിരുന്നു. അവർ ആഹാരം കഴിച്ച പാത്രം മേശപ്പുറത്തിരുന്ന് കണ്ണീച്ചാലുന്നു. വാതിൽ കടന്ന് മല്ലിക വരുന്നത് കണ്ട് ശ്രീകുമാരി അമ്മ തിരിഞ്ഞു നോക്കി. മല്ലികയ്ക്ക് പിന്നിൽ മുഖം കുനിച്ച് സുന്ദരിയായ ഒരു പെൺകുട്ടി നിൽക്കുന്നത് കണ്ട് അവരുടെ നെറ്റി ചുളിഞ്ഞു. ഇതുപോലൊരു മുഖം തൻ്റെ ഓർമ്മത്താളുകളിൽ എങ്ങോ ചാരം മൂടി കിടപ്പുണ്ടല്ലോ എന്ന് ശ്രീകുമാരി അമ്മയ്ക്ക് തോന്നി. എത്ര ശ്രമിച്ചിട്ടും പക്ഷേ അതവർക്ക് ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ല. വിശാലമായ ആ നെറ്റിത്തടവും നീൾമിഴിയും നെറ്റിക്ക് ഇരുവശത്തെയും കുറുനിരകളും ഓർമ്മകളുടെ ഓളങ്ങളിൽ കൂടി ഒരു കടലാസ് വഞ്ചി കണക്കെ ചില സ്മരണകൾ ഉയർന്നു വരുന്നു. ആരാണിവൾ? എന്തിനാണിവളെ മല്ലിക തൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്? അമ്മയ്ക്ക് മനസ്സിലായോ ഇവളെ? അവരെ നോക്കി മല്ലിക തിരക്കി. ശ്രീകുമാരി അമ്മ ഒന്നും പിടികിട്ടുന്നില്ലെന്ന മട്ടിൽ ശിരസിളക്കി. ഇനി ഇവൾ നമ്മുടെ വീട്ടിൽ കാണും കേട്ടോ അമ്മേ. അമ്മ എന്തിനെങ്കിലും എന്നെ വിളിക്കുമ്പോൾ ഞാൻ കേട്ടില്ലെന്നുള്ള പരാതി ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. അമ്മയുടെ കാര്യങ്ങൾ മാത്രം നോക്കാനായി അമ്മയുടെ മകൻ കൊണ്ടുവന്നതാ ഇവളെ നമ്മുടെ വീട്ടിലേക്ക്.
മകൻ കൊണ്ടുവന്നതോ? എന്താ മല്ലിക നീ പറയുന്നത്? ഇവളെ ഈ വീട്ടിൽ നിർത്താൻ കൊണ്ടുവന്നതാണോ? ഏതായി ഈ പെൺകുട്ടി? ശ്രീകുമാരിയമ്മയുടെ കണ്ണിൽ ആശങ്കയുടെ ഒരു കനൽ നാളം തിളങ്ങുന്നുണ്ടായിരുന്നു. ഇങ്ങോട്ട് മാറി നിൽക്കടി, അമ്മ നിന്നെ ഒന്ന് കാണട്ടെ, മല്ലിക നവമിയെ നോക്കി നിർദ്ദേശിച്ചു. നവമി മല്ലികയുടെ മുൻപിലേക്ക് കയറി നിന്നു. ഇവൾ നവമി, മല്ലിക പറഞ്ഞു. നവമി, ശ്രീകുമാരിയമ്മ പിറുപിറുത്തു. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ പെട്ട് മറഞ്ഞു പോയ ഏതോ ഓർമ്മയിൽ വൃദ്ധയുടെ കണ്ണുകൾ ചുരുങ്ങി ചെറുതായി വന്നുകൊണ്ടിരുന്നു.